അന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നമുക്കെന്തെങ്കിലും വ്യത്യസ്തമായ ഭൗമിക നന്മകൾ ലഭിച്ചതിനേക്കാൾ അപ്പുറമായിട്ട് കർത്താവിൻ്റെ കരുതലും കർത്താവിൻ്റെ ആശ്വാസവും കർത്താവിൻ്റെ സാന്നിധ്യവും ഒക്കെയാണ് നമ്മുടെ ഹൃദയത്തെ ധൈര്യപ്പെടുത്തിയത്, നമ്മളെ ആശ്വസിപ്പിച്ചത് എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ അവസാന സൺഡേയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് കർത്താവിൽ വേഗത്തിൽ പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. സ്തോത്രം. ഇനി നമുക്കൊരു സൺഡേ ഇല്ല. ഈ കലണ്ടർ മാറാൻ പോകും. നമ്മൾ കലണ്ടർ ഉണ്ടെങ്കിൽ അതെടുത്ത് കളയും, അടുത്ത കലണ്ടറിലേക്ക് നമ്മൾ കയറും. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വർഷം നമ്മൾ മറക്കാൻ പോവുകയാണ്. മറക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ഓർക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ ഹല്ലേലൂയ, കാലങ്ങൾ അല്ലെങ്കിൽ കാലഘട്ടങ്ങൾ ചേഞ്ച് ആകുമ്പോഴും മാറാതെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കവനൻ്റാ, ദൈവത്തിൻ്റെ എന്തുവാണ് പറയുന്നത്, വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. പ്രോമിസ് എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറമായി കവനൻ്റ്, ഉടമ്പടിയാണ്. മലയാളത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഉടമ്പടിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഉടമ്പടി മനുഷ്യൻ ചെയ്യുന്നതല്ല, ദൈവം ചെയ്യുന്നതാണ്. കവനൻ്റ്, വാഗ്ദത്തം മനുഷ്യന് പറയാൻ പറ്റും. ഞാനത് തരാം, ഞാനിത് തരാം, ഞാൻ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ വാഗ്ദത്തം മാറും. പക്ഷേ കവനൻ്റ് ഒരിക്കലും മാറത്തില്ല. തിരുവചനത്തിൽ 6 വിധത്തിലുള്ള കവനൻ്റുകളുണ്ട്. എത്ര വിധത്തിലുള്ള കവനൻ്റുണ്ട്? 6 വിധത്തിൽ. പുതിയ നിയമം ഉൾപ്പെടെ 6 കവനൻ്റുകൾ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ടെന്നാണ്. അതിൻ്റെ 3-ാമത്തെ അതന്നെ ആദമിക് കവനൻ്റ്, നോയാക് കവനൻ്റ്, അബ്രഹാമിക് കവനൻ്റ്, മൊസൈക് കവനൻ്റ്, ഡേവിഡിക് കവനൻ്റ്, അതുപോലെ തന്നെ ന്യൂ കവനൻ്റ് കർത്താവ് മുഖാന്തരം നമുക്ക് ലഭിച്ച അങ്ങനെ 6 കവനൻ്റുകളുണ്ട്. സ്തോത്രം. ഈ 6 കവനൻ്റുകളിൽ ഈ 5 കവനൻ്റുകൾ പഠിക്കുമ്പോൾ ഇവരൊക്കെ ഈ കവനൻ്റ് ചെയ്തതിന് ശേഷം തെറ്റിപ്പോയിട്ടുണ്ട്. ഈ 6 കവനൻ്റിലും അവരെന്ത് ചെയ്തിട്ടുണ്ട്? തെറ്റ് ചെയ്തിട്ടുണ്ട്. അവർ മാനുഷിക ബലഹീനത ഒക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവം കവനൻ്റ് തെറ്റിച്ചില്ല. ഒരു സ്തോത്രം പറഞ്ഞില്ലല്ലോ. സ്തോത്രം. അതാണ് ഈ കവനൻ്റ് തമ്മിലുള്ള. എന്നാൽ ദൈവം ചെയ്യുമെന്ന് പറഞ്ഞത് ഞാൻ ഇനി ചെയ്യത്തില്ല, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുമെന്ന് പറഞ്ഞ് വാഗ്ദത്തം മാറ്റിയിട്ടുണ്ട്. ഹലോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എനിക്ക് വാഗ്ദത്തം കിട്ടി അല്ല. നമ്മൾ 2026 കർത്താവ് നമ്മളോട് പറയുന്ന ഒരു കവനൻ്റ് റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ ചെല്ലണം. ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് എന്തോ ഭാഷ കവനൻ്റും ഇല്ല, കുഴപ്പമൊന്നുമില്ല. ദൈവത്തിന് മാറ്റുവാൻ കഴിയാത്തതാണ് കവനൻ്റ്. അത് മനുഷ്യനുമായിട്ടുള്ള കവനൻ്റുണ്ട്, മനുഷ്യനും ദൈവവുമായിട്ടുള്ള കവനൻ്റുണ്ട്, ദൈവവും മനുഷ്യനുമായിട്ടുള്ള കവനൻ്റുണ്ട്. അപ്പൊ ആ കവനൻ്റിൽ ദൈവവും മനുഷ്യനുമായിട്ടുള്ള കവനൻ്റുകൾ ഒരിക്കലും ദൈവം എന്ത് ചെയ്യത്തില്ല? മാറ്റത്തില്ല. ദൈവം വാക്ക് പറഞ്ഞാൽ മാറത്തില്ല. അപ്പോൾ കവനന്റിനെ കുറിച്ച്, ഉടമ്പടികളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ ഒരു ഉടമ്പടി ചെയ്താൽ, എത്രയോ ഉടമ്പടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? താവേ ഞാൻ ഓസ്ട്രേലിയ വന്നാൽ മതി, പിന്നെ ഒറ്റ പ്രാർത്ഥന മുടക്കത്തില്ല. നാട്ടിൽ നിന്നതിനെക്കാട്ടി എനിക്ക് ഒന്ന് കൂടുതൽ ആരാധന മുടക്കി ഇവിടെ ആയിരിക്കും. എനിക്കൊരു വാഹനം തന്നാൽ ഞാൻ ട്രിപ്പ് അടിക്കാം ആൾക്കാരെ. കർത്താവ് ഇവിടെയൊക്കെ അയക്കുന്ന അവിടെയൊക്കെ ഞാൻ ഓടിക്കാം. സ്തോത്രം. വേറെ ആരെല്ലോ ആ വണ്ടി കയറിയിട്ടുണ്ടോ? ആ വണ്ടി കയറുന്ന ഇഷ്ടമാണ് നമുക്ക്. സ്തോത്രം. കർത്താവ് 1 അല്ല 2 അല്ല, ഒരു 4 പോട്ടെ 5 വീട്, ഒരു ദൈവദാസനോട് വന്നാൽ താമസിക്കാനോട് സ്ഥലം കൊടുക്കണം. ഒരു 5 റൂമുള്ള വീട് കിട്ടിയാൽ പിന്നെ എന്നും പ്രാർത്ഥനയായിരിക്കും വീട്ടിൽ. ഏരിയ പ്രയർ വെച്ചിട്ടുണ്ടോ ഇതുവരെ? സ്തോത്രം. ഹലോ, നമ്മളെടുത്ത എത്ര കവനങ്ങളുണ്ട് ഇല്ലേ? എനിക്ക് ഇത്ര ശമ്പളം തന്ന കർത്താവ് ഇത്രയും ഞാൻ കർത്താവിന് വേണ്ടി കൊടുക്കാം. എത്ര ബാക്കി കിടപ്പുണ്ട് ഇനി കർത്താവിന് കൊടുക്കാൻ വേണ്ടി? എന്തായാലും ഇന്നിങ്ങനെ പോകത്തുള്ളൂ. അപ്പൊ അങ്ങനെ കേട്ടാ മതി. അല്ല, നമ്മള് ഈ വർഷത്തിന്റെ അവസാനം നമുക്കൊന്ന് ഓർക്കണ്ടേ? കടമെല്ലാം തീർത്തിട്ട്, കടമുണ്ടേ മേളിൽ പോകത്തില്ല, ഉറപ്പാ. കടമെല്ലാം തീർക്കണം. കർത്താവിന് കൊടുക്കാനുള്ളതെല്ലാം എന്ത് ചെയ്യണം? കൊടുക്കണം. മനുഷ്യന് കൊടുക്കാനുള്ളതെല്ലാം
കൊടുക്കണം. കടം തീർത്തട്ടേ പോകത്തുള്ളൂ. അപ്പം എന്ത് ചെയ്യണം? അപ്പം കടം പിന്നെ എന്നാ ചിലർ ചോദിക്കുന്നത്, ഇപ്പോൾ മോർഗേജ് ഉള്ളവരാരും പോകത്തില്ലയോ? മോർഗേജിന് വരെ നമ്മൾ വീട് ഇട്ടിട്ടാണല്ലോ പോകുന്നത്. അപ്പം ഞാൻ പറയുന്നത്, നമ്മളൊരു കവനന്റ് നമ്മൾ ദൈവസന്നിധിയിൽ മാറിയിരുന്ന് വെറുതെ എടുക്കരുത്. ഒരു പ്രഷറിൻ്റെ മുകളിൽ എടുക്കുന്ന, ഒരു സാഹചര്യത്തിൻ്റെ മുകളിൽ എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് അല്ല ഈ പറയുന്നത്. ദൈവസന്നിധിയിൽ ഈ അവസാനം ഇന്ന് 28 2-3 ദിവസത്തോടുണ്ട്. ഒരു 5 മിനിറ്റ് പ്ലീസ്, ഒരു 5 മിനിറ്റ് കുടുംബമായിട്ടിരിക്കാനല്ല, മാറി ദൈവസന്നിധി ഇരുന്ന് ഉപവസിക്കാനൊന്നും ഞാൻ പറയുന്നില്ല. ഒന്ന് തിരിഞ്ഞു നോക്കിയേ, കഴിഞ്ഞ ജനുവരി 1 മുതൽ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ഒരു നന്ദിയൊക്കെ പറഞ്ഞ് കർത്താവിനോട് പറ, കർത്താവേ എനിക്ക് ആയുസ് നീട്ടി അടുത്ത വർഷമൊക്കെ തരുവാണെങ്കിൽ സ്വതം സൂക്ഷിച്ച് പറയണേ. സ്വത്രം. ഇപ്പോഴും കോവിഡ് ഇനിയും ഉണ്ട്, ഇപ്പോഴും ഉണ്ട് കോവിഡ് പലയിടത്തും. 55, 56, 60 വയസ്സിനുള്ളിൽ ചാത്തവർ എത്രയോ പേരായി ഈ വർഷം മരിച്ചെന്നറിയാം. എത്ര പേര് മരിച്ചു? ലസം പറഞ്ഞതുപോലെ ആരംഭം കുറിച്ചവർ എത്രയോ പേര് ഈ അവസാനം കാണാതെ ലോകത്ത് മാറ്റപ്പെട്ട്. പ്രായമായവരല്ല മരിക്കുന്നത്. ഞാൻ പറഞ്ഞു, നമുക്കൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ മാറിയിരുന്ന് ഒരല്പസമയം ഇരുന്ന് കർത്താവുമായിട്ടൊരു കവനൻ്റ്, ഒരു സോളിഡ് കവനൻ്റ് എടുക്കുന്ന ദിവസങ്ങളായിരിക്കണം. ഈ പറഞ്ഞവരെ ഒക്കെ തിരുവചനത്തിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല, അവരെ ചേർത്ത് വച്ച് തിരുവചനം എഴുതിയെങ്കിൽ ദൈവത്തിൻ്റെ വിശ്വസ്തത ഇന്നും പറയുന്നു. ഹല്ലേലൂയ. അവൻ വാക്ക് പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല. അവനുമായിട്ടുള്ള കവനന്റ് നമ്മളിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, ഇവിടെ പറയുകയാണ്, ഈ കലണ്ടർ മാറുമ്പോൾ ദൈവത്തിൻ്റെ കവനന്റ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല. കാരണം ദൈവം ഇന്നലെ പ്രായലേഖനം 13:8 പറയുന്നത്, ഹല്ലേലൂയ, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം യെസ്റ്റർഡേ ആൻഡ് ടുഡേ ആൻഡ് forever. Listen children, you want to take a few minutes in the presence of God. You want to remember all the goodness, whatever God done in the this year, from the beginning of this year till now. You want to give thanks to the Lord. And you want to take the decision, God, if you give me the next year in my life, I want to be like that. You want to take the decision and you write down somewhere in the Bible corner. You want to pray. And so God will bless you, God will guide you, God will lead you in this coming year. Psalms 31:15 says, my times are not in my hands, in your hands. It's our Creator. Hallelujah. കർത്താവ് പറയുന്നു, നിങ്ങളുടെ സമയം ആരുടെ കരത്തിൽ ഇരിക്കുക? ഹലോ, വാച്ചയിലിരിക്കുകയല്ല. സ്തോത്രം. നമ്മുടെ സമയം എവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാട്ടെ. ഹലോ, നമ്മുടെ സമയം എവിടെ ഇരിക്കുക? ഓൺലൈനിൽ പോകുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി പറയാനും പറ്റത്തില്ല, പക്ഷേ പറയാതിരിക്കാനും പറ്റത്തില്ല. നമ്മുടെ സമയം ആരുടെ കയ്യിലിരിക്കുക? ദൈവത്തിൻ്റെ കരങ്ങളിലിരിക്കുക. ഹല്ലേലൂയ. ആ പാട്ട് പാടണോ? സമയത്തിൽ സ്വർഗയാത്ര ചെയ്യും, എൻ സ്വദേശം കാൺമതിയോടിടുന്നു. നമ്മളൊരു രഥത്തിലാണ്, പക്ഷേ അത് സമയത്തിൻ്റെ രഥത്തിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ എത്ര ചെറുപ്പമെന്ന് നമുക്ക് കാണിക്കാൻ പറ്റിയാലും നമ്മളെല്ലാം ഒരു സമയം, അതാരുടെ ഘടികാരം? അത് ദൈവത്തിൻ്റെ ഘടികാരവുമായിട്ട്, ദൈവത്തിൻ്റെ സമയവുമായി നമ്മൾ അലൈൻ ചെയ്താൽ ഒരൊറ്റ വാഗ്ദത്തം പോലും മിസ്സായി പോകുന്നില്ല. ജനുവരി സംഭവിക്കേണ്ടത് ജനുവരി 1 നടക്കേണ്ടത് ജനുവരി 1 സംഭവിക്കും. ഫെബ്രുവരി നടക്കേണ്ടത് ഫെബ്രുവരി തന്നെ നടക്കുക. കാരണം ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ എൻ്റെ ദൃഷ്ടി, ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട്, ഇന്ന് പകൽക്കാലം ഞാൻ ദൈവമക്കളോട് പറയുന്നു, അടുത്ത വർഷത്തിലേക്ക് എന്തെല്ലാം കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ, ബുദ്ധിമുട്ടുകൾ, നെടുവീർപ്പുകൾ, നന്മകൾ, അനുഗ്രഹങ്ങൾ, വിടുതലുകൾ, വാഗ്ദത്തങ്ങൾ, സൗഖ്യങ്ങളൊക്കെ അടുത്ത വർഷത്തേക്ക് ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ എനിക്കൊരു ഉറപ്പുള്ളൊരു കാര്യമുണ്ട്, ജനുവരി 1 മുതൽ
ആണ്ടിന്റെ അവസാനം ഡിസംബർ 31 വരെ എന്നെ നോക്കി കാണുന്ന, ഹല്ലേലൂയ, എന്റെ സമയങ്ങളെ, എന്റെ കാലഘട്ടങ്ങളെ തിരിക്കുന്ന, ഹല്ലേലൂയ, ചേഞ്ച് ചെയ്യുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ ആണ്ടുകൾ ദൈവത്തിന്റെ വചനം പറയുന്നു പുഷ്ടി പൊഴിക്കുന്നതായി മാറണം. ആണ്ടുകൾ എന്ത് ചെയ്യണം? പുഷ്ടി പൊഴിക്കുന്നതായി മാറണം. ഒരു സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്. സ്തോത്രം. ഡിയർ ചിൽഡ്രൻ, റിമെമ്പർ, ഞാൻ എവിടെയോ അതൊരു ഒരു 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 ക്ലാസ് കണ്ടതാണ്. 2 ഗ്ലാസുകൾ അല്ലെങ്കിൽ 2 എന്തുവിന് പറയുന്നത് ഭരണികൾ, 2 വെസൽസ് എടുക്കുക. ലിസൺ, 2 vessels. What we want to do? First we want to put the rock, small rocks. You want to fill it, that one. എല്ലാവരും നിറച്ചോ? Okay. 2 empty jar. Okay. We want to first put the stone. Second we want to put, അന്നേരം കുറച്ച് സ്ഥലമുണ്ട്, കുറച്ച് നമുക്ക് ചരല്. What is that? The ചരൽ എന്തോ പറഞ്ഞേ? ഗ്രാവൽ നമുക്ക് അതിനകത്തോട്ട് ഇടാം, ഇല്ലേ? എന്നിട്ട് ഒന്ന് കുലുക്കാം, ഒന്ന് കുലുങ്ങിയേ, ഇല്ലേ? ഒന്ന് കുലുക്കാം. അപ്പോഴത്തെ കുറച്ചുകൂടെ അതിനകത്ത് വീണു, ഇല്ലേ? ഇനി സ്ഥലമുണ്ടോ? ഇനിയും സ്ഥലമുണ്ട്. കുറച്ച് മണലൂടെ നമുക്ക് അതിനകത്ത് ഇടാം, അല്ലേ? സ്മോൾ സാൻഡ് നമുക്ക് അതിനകത്ത് ഇടാം, അല്ലേ? അപ്പം കുറച്ചുകൂടെ എന്ത് ചെയ്തു? നിറഞ്ഞു. ഇനി സ്ഥലമുണ്ടോ അതിനകത്ത്? ഇനിയും സ്ഥലമുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചാലോ? നമുക്ക് കുറച്ച് വെള്ളം കൂടെ അതിനകത്ത് ഒഴിക്കാം, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? എവിടെ വരെയായി വെള്ളം? എവിടെ വരെയായി? ബ്രിം വരെയായി. നിറഞ്ഞു നിൽക്കുക. സ്വതന്ത്രം. നമുക്ക് ആ ജാർ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അടുത്ത ജാർ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു empty ജാർ ഉണ്ടല്ലോ, അതിനകത്ത് നമുക്ക് ഫുൾ ആദ്യം റിവേഴ്സ് ആക്കാം. ഇതല്ല, ഓക്കെ? ആദ്യം വെള്ളം ഫുൾ അങ്ങ് നിറയ്ക്കാം. നിറച്ചോ? വി വാണ്ട് ടു ഫിൽ ദ വാട്ടർ ഇൻ ദാറ്റ് empty vessel or empty jar. നമുക്ക് ഇനി അടുത്ത എന്തോ ഇടണ്ടേ? റിവേഴ്സ് ചെയ്യുമ്പോൾ എന്തോ അടുത്ത ഇടേണ്ടത്? ഒരു തുള്ളി പോലും വെള്ളം പുറത്തു പോകാതെ നമുക്ക് ആ സാൻഡ് എടുത്ത് അതിനകത്തോട്ട് ഇടാം. ഇസ് ഇറ്റ് പോസിബിൾ? മുമ്പേ നമ്മളെല്ലാം ഇട്ടല്ലോ. ഫസ്റ്റ് ജാർ ഇതെല്ലാം ഉണ്ടല്ലോ. ഹലോ, എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഗ്രാവൽ ഇടാം, പറ്റുമോ? സ്റ്റോൺ ഇടാൻ പറ്റുമോ? അതെന്താ? ഇതാണ് ജീവിതത്തിൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിൻ്റെ ഗുണം. ഹലോ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രയോറിറ്റൈസേഷൻ. ഈ വെള്ളം രാവിലെ ദൈവവചനവും ദൈവത്തിൻ്റെ വചനധ്യാനവും പ്രാർത്ഥനയുമായിട്ടൊക്കെ നിറച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് അല്ലെങ്കിൽ തിരിച്ചു പറയാം, ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ രാവിലെ എഴുന്നേറ്റ് റീൽസിൽ കയറി ഇരുന്നാൽ പിന്നെ വേറെ ഒന്നിനും സമയം കാണത്തില്ല. രാവിലെ ഇടാനും പറ്റത്തില്ല, പ്രാർത്ഥന ഇടാനും പറ്റത്തില്ല, ജോലിയും നടക്കത്തില്ല, ആഹാരവും വെപ്പും നടക്കത്തില്ല, പ്രാർത്ഥനയും നടക്കത്തില്ല, ഒന്നും നടക്കത്തില്ല. ഫുൾ എന്തായി തീർന്നു? ഫസ്റ്റ് നമ്മൾ എന്തോ ഇട്ട് നിറച്ചു? റീൽസ് ഇട്ടങ്ങ് നിറച്ചു. എത്ര ലൈക്ക് ഉണ്ടെന്ന് നോക്കി, എത്ര കമന്റ് ഉണ്ടെന്ന് നോക്കി. ഹലോ, വെരി വെരി കെയർഫുൾ. 2026 നീ ആദ്യം ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യണം? സീക്ക് ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യം നോക്കിയാൽ, ഞാൻ പറയുന്നു, സമയമില്ലെന്ന് പറയുന്നത് വെറുതെയാണ്. ഇഷ്ടം പോലെ സമയം, സ്വത്ര ഇഷ്ടം പോലെ സമയം. ഞാൻ പറയുന്നു, ഞാൻ ചെയ്യുന്നതിൻ്റെ കണക്കായിട്ട് പറയുകയല്ല. ചില സമയത്ത് 1000 പേജൊക്കെ വായിച്ചിട്ട് 5 പേജ് നമുക്ക് റീഡിംഗ് റിപ്പോർട്ട് ഞങ്ങൾക്ക് എഴുതണം. ചില സമയത്ത് ഇൻ്റർവ്യൂ ചെയ്യണം. നമ്മളൊരു ഡോക്ടറേറ്റ് ലെവലിലേക്ക് നമ്മൾ പഠിക്കുമ്പോൾ ഒത്തിരി മണിക്കൂറുകൾ നമ്മൾ വായിക്കാനും ധ്യാനിക്കാനും എഴുതാനും പഠിക്കാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തണം. ഇതെല്ലാം നടക്കും. ജോലി നടക്കും, ആത്മീകം നടക്കും, ശുശ്രൂഷ നടക്കും, ഇതെല്ലാം നടക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മുടെ ദൈവത്തെ ആദ്യം അന്വേഷിച്ചാൽ, ദൈവത്തിൻ്റെ കാര്യം നോക്കിയാൽ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടക്കുവാനിടയായി തീരും. അപ്പോൾ നമ്മുടെ സമയം ആരുടെ കരങ്ങളിലിരിക്കുക? ദൈവത്തിൻ്റെ കരങ്ങളിലിരിക്കുക. അല്ലെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ദൈവം സമയം തരുന്നതനുസരിച്ച്, ജോലി ചെയ്യേണ്ട സമയം നമ്മളാണോ തിരഞ്ഞെടുത്തത്, അതോ ജോലി തന്നാണോ തന്നത്? ഹലോ, ജോലിയുടെ സമയം ആര് തിരഞ്ഞെടുത്തത്? ഞാൻ രാവിലെ 3 മണിക്ക് വന്നിട്ട്
ഇച്ചിരി കഴിഞ്ഞിട്ടെങ്കിൽ പോരാ, പിന്നെ വന്ന് ചെയ്യാം, അങ്ങനെയാണോ? ഇല്ല. നമ്മുടെ അസൈൻ ചെയ്ത് ആരാണോ അവരൊരു ടൈം തന്നിട്ടുണ്ട്, ആ ടൈമിൽ നമ്മൾ അവിടെ ചെല്ലും. അപ്പം ജോലി തന്ന അങ്ങനെയെങ്കിൽ സമയം ആരുടേതാ? ദൈവത്തിൻ്റെതാണെങ്കിൽ ദൈവത്തോട് പറഞ്ഞാൽ ദൈവം നമുക്ക് സമയത്തെ നമുക്ക് അസൈൻ ചെയ്തു തരും. ഒരിക്കൽ നാം ദൈവത്തിൻ്റെ കലണ്ടറിൽ നമ്മളെ ജീവിതത്തെ സമർപ്പിച്ചാൽ ദൈവവചനം പറയുന്നു, അതത് സമയത്ത് ദൈവം സകലതും ഭംഗിയായി ചെയ്യുന്നു. ഹലോ, അതത് സമയത്ത് ദൈവം സകലവും ഭംഗിയായി ചെയ്യുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ലമന്റേഷൻ, വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ മോനെ ആ സ്ലൈഡോട് ഒന്നിടാവോ? 22 to 23 പോയോ? ഓക്കെ 22 മുതൽ 23 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. ഞാൻ NLV ട്രാൻസ്ലേഷൻ വായിക്കാം. ദ ഫെയ്ത്ത്ഫുൾ ലവ് ഓഫ് ദ ലോർഡ് നെവർ എൻഡ്സ്. സ്തോത്രം. ദ ഫെയ്ത്ത്ഫുൾ love of the Lord never ends. His mercies never cease. Great is his faithfulness. His mercies begin afresh each morning. രാവിലെ തോറും ദൈവത്തിൻ്റെ ദയ വലിയതാണ്, പുതിയതാണ്. സ്തോത്രം. അവിടെ പറയുന്നു ദൈവത്തിൻ്റെ വിശ്വസ്തത. മലയാളത്തിൽ വായിക്കാമോ? വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 22. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാണ്, അവന്റെ കരുണ. അതാണ് നമ്മൾ വായിക്കേണ്ടത്. ഹിസ് mercies never cease. ഒരിക്കലും തീർന്നു പോകത്തില്ല. തീർന്നു പോയിട്ടില്ലെന്നല്ല, തീർന്നു പോകത്തില്ല. എന്നിട്ട് പറയുന്നു അത് രാവിലെ തോറും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. രാവിലെ തോറും ഒരു കാര്യം ഓർക്കണം, യുവർ കണ്ടീഷൻ ഡസ് നോട്ട് ഡിറ്റർമൈൻ യുവർ കലണ്ടർ. ഇന്നത്തെ സാഹചര്യമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ എന്തെങ്കിലും ഒരു കാര്യമല്ല നമ്മുടെ വർഷത്തെ നിയന്ത്രിക്കുന്നത്. ഓ സ്തോത്രം, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേരത് മനസ്സിലാക്കുന്നു? ഞാൻ പറയുന്നു ദൈവത്തിൻ്റെ വിശ്വസ്തത രാവിലെ തോറും. നമ്മൾ പറയുന്നു അടുത്ത വർഷം ആയിക്കോട്ടെ, അടുത്ത വർഷം ആയിക്കൊള്ളട്ടെ. ദൈവത്തിൻ്റെ പൈതലേ, എല്ലാ മോർണിംഗിലും ദൈവത്തിൻ്റെ വിശ്വസ്തതയുണ്ടെന്നേ, ദൈവത്തിൻ്റെ കരുണയുണ്ടെന്ന്, എവിടെയും എല്ലാ ദിവസവും ദൈവത്തിൻ്റെ റിന്യൂവൽ ഉണ്ടെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അത് ആസ്വാദികരമായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരത്തുള്ളൂ. അല്ലെങ്കിൽ അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് ദൈവത്തിൻ്റെ കരുണ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന, എന്ന് പറഞ്ഞാൽ തീർന്നു പോകുന്നില്ല. അവൻ്റെ കരുണയാണ് നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നത്? നിലനിർത്തിയിരിക്കുന്നത്. ഈ ഭാഗം യെരമ്യാവ് എഴുതുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വിശ്വസ്തത ഓർക്കാൻ പോലും പറ്റാത്തൊരു സന്ദർഭത്തില്ല. കാരണം യെരൂശലേം മുഴുവൻ നശിക്കപ്പെട്ടു. അതുപോലെ തന്നെ അവൻ്റെ സ്വപ്നങ്ങൾ മുഴുവൻ, ഒരു ജനതയുടെ മുഴുവൻ സ്വപ്നങ്ങൾ സ്കാറ്റർ ചെയ്യപ്പെട്ടു. അതുമാത്രമല്ല, ഒരു രാജ്യം മുഴുവൻ വിഭജിക്കപ്പെട്ടു. എല്ലാം കൊണ്ടും ഒരു വിലാപങ്ങളുടെ ഗീതം പാടേണ്ട സമയത്ത്, അല്ലെങ്കിൽ ഒരു വിലാപമായി മാറേണ്ട സന്ദർഭത്തിൽ യെരമ്യാ പറയുക, ഹല്ലേലൂയ, ഞങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയയാണ്. സ്തോത്രം. ലോകത്തിന് മുമ്പിൽ തകർച്ചകൾ, ലോകത്തിന് മുമ്പിൽ ഇടിവുകൾ, അല്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമ്പോഴും മറുഭാഗത്ത് പറയുന്നു ഞങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയ. കാരണം പ്രവാചകൻ അറിയാം, ഹല്ലേലൂയ, ഒരു മരം വെട്ടിയാൽ അതിന് പ്രത്യാശയുണ്ട്. അതിൻ്റെ കൊമ്പ് വേര് അല്ലെങ്കിൽ മണ്ണിൽ അറ്റുപോയാലും, അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഗന്ധം തട്ടുമ്പോൾ അത് പൊട്ടിക്കിളിർക്കുന്നത് പോലെ, ഹല്ലേലൂയ, ഒരു ദൈവത്തിന്റെ വിസിറ്റേഷൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വന്നാൽ അവനെ ദാരിദ്ര്യനെ കുപ്പയിൽ നിന്നും ഏഴയെ പൊടിയിൽ നിന്നും ഉയർത്തുന്ന ദൈവത്തിന്റെ കരം എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ വെളിപ്പെട്ടു കഴിഞ്ഞാൽ, നീ കിളിർക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത്, നീ ശോഭിക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത്, നീ ഉയരുകയില്ലെന്ന് പറഞ്ഞെടുത്ത്, നീ മാനിക്കപ്പെടത്തില്ലെന്ന് പറഞ്ഞെടുത്ത്, ദൈവത്തിന്റെ ശക്തമായ പ്രവർത്തികൾ, ദൈവത്തിന്റെ കരം, ദൈവ സാന്നിധ്യത്തിന്റെ ഗന്ധം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ
ഓ ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്ത് ആ കരമുയർത്തി ഒന്ന് നന്ദി പറഞ്ഞാട്ട്. ആ ദൈവത്തിന്റെ വിശ്വസ്തത, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല. ഈ 2025 ഈ 28-ാം തീയതി വരെയും ദൈവം നമ്മളെ നടത്തിയത് അവന്റെ കരുണയോ, അത് ഇന്നും തീർന്നു പോയിട്ടില്ല. പ്രൈസ് ഗോഡ്. യിരെമ്യാ പ്രവാചകൻ പറയുകയാണ്, ഹല്ലേലൂയ, അവന്റെ ദയ, അവന്റെ ഫെയ്ത്ത്ഫുൾനെസ്, ഗ്രേറ്റ് ഈസ് യുവർ ഫെയ്ത്ത്ഫുൾനെസ്. ദൈവമേ, നിന്റെ വിശ്വസ്തത എത്ര വലിയതാ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഈ വർഷം അവസാനിക്കുകയാണ്. The year is going to end, but God's plan never ends. ദൈവത്തിന്റെ പദ്ധതി തീരത്തില്ല. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. മനുഷ്യർക്കാണ് വർഷങ്ങൾ, ദൈവത്തിന് വർഷമല്ല. ദൈവം തുടങ്ങിയതിനെ അവസാനിപ്പിക്കുന്നത് വരെ അവന്റെ കരം നമ്മളോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ആരംഭത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഹല്ലേലൂയ, അവന്റെ വിശ്വസ്തത ഒരു നാളും തീർന്നു പോയിട്ടില്ല. ദൈവം ആരംഭത്തെക്കാൾ അവസാനം നല്ലതായി തീരുവാൻ ഹല്ലേലൂയ ദൈവം നമ്മളെ പിന്നെയും ഒരുക്കുകയാണെന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം നാം മറന്നു പോകരുത്. പ്രൈസ് ഗോഡ്. ഒരുപക്ഷെ നിങ്ങളുടെ ജോലി അവസാനിച്ചിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ അവസരങ്ങൾ അവസാനിച്ചിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് നമുക്ക് എത്തിപ്പെടുവാൻ കഴിഞ്ഞില്ല, ഒരുപക്ഷെ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് ചെയ്യുവാൻ കഴിഞ്ഞില്ല, ഒരുപക്ഷെ നമ്മുടെ തീരുമാനത്തിനനുസരിച്ച് നമുക്ക് ചെയ്യുവാൻ കഴിഞ്ഞില്ല. ഇതൊക്കെ ഒരുപക്ഷെ എല്ലാം തീർന്നു എന്ന് മനുഷ്യർ പറഞ്ഞെന്ന് വന്നേക്കാം. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, എൻ്റെ പ്ലാൻ അതുകൊണ്ട് തീരുന്നതല്ല. ഒരു പരാജയത്തിൽ, ഒരു താഴ്ചയിൽ, ഒരു വീഴ്ചയിൽ എൻ്റെ പ്ലാൻ അവസാനിക്കുകയില്ല. Glory to God. മനുഷ്യനാ പറയുന്നത്, ഓ ഇനി അതൊന്നും നടക്കത്തില്ലെന്നേ, ഇതൊന്നും സംഭവിക്കത്തില്ലെന്നേ. പക്ഷെ ഞാൻ പറയുന്നു, ഫിലിപ്പിയ ലേഖനം 1:6 പറയുന്നു, ഹല്ലേലൂയ, he who began a good work in you will carry it on to completion. ഹല്ലേലൂയ. എന്താ അവതരണത്തിൽ എന്താ പറയുന്നത്? നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അവസാനത്തോളം അത് തികയ്ക്കുവാൻ ദൈവം ശക്തനാ. Glory to God. എന്തോ ഒരു ദൈവപ്രവൃത്തി നിങ്ങളിൽ ദൈവം ആരംഭിച്ചു കഴിഞ്ഞു. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. പക്ഷേ അത് പൂർത്തീകരിക്കാൻ പറ്റുമോ, അതെനിക്ക് ചെയ്യാൻ പറ്റുമോ, അതെന്നാൽ സാധിക്കുമോ എന്നൊക്കെ ഒരു പക്ഷേ വേണ്ട, ഇനി അത് ചെയ്യുന്നില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ലെന്നൊക്കെ പറയുമ്പോൾ ഇന്ന് പകൽക്കാലം വചനം നമ്മളോട് പറയുന്നു, ഫിലിപ്പിയർ 1:6 ഹല്ലേലൂയ ആവർത്തിച്ച് പറയണം, നിന്നിൽ ആരംഭിച്ച those who began a good work in you will carry it on to completion. ഹല്ലേലൂയ. നിന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് അവസാനത്തോളം അത് തികയ്ക്കുന്ന ദൈവമാ. നിന്റെ പിന്നിൽ ഒരു ദൈവത്തിന്റെ കരമുണ്ട്, നിന്നിൽ ഒരു ദൈവത്തിന്റെ കരമുണ്ട്. എന്തിനാണെന്നറിയാമോ? ആ വേല തികയ്ക്കുവാൻ, ആ ആരംഭിച്ച നല്ല പ്രവൃത്തി തികയ്ക്കുവാൻ തക്കവണ്ണം. അതൊരു പക്ഷേ യൂത്ത് മിനിസ്ട്രി ആയിരിക്കാം, അതൊരു പക്ഷേ ടീൻ മീറ്റിംഗ് ആയിരിക്കാം, അതൊരു പക്ഷേ സൺഡേ സ്കൂൾ ആയിരിക്കാം, അതൊരു പക്ഷേ ശുശ്രൂഷകളായിരിക്കാം, അതൊരു പക്ഷേ എൽഡേഴ്സ് സ്ഥാനമായിരിക്കാം. എന്തുമായി കൊള്ളട്ടെ, ദൈവം നിന്നിൽ ആരംഭിച്ച, നീ ആരംഭിച്ചതല്ല, ഞാൻ ആരംഭിച്ചതല്ല, പാസ്റ്റർ ആരംഭിച്ചതല്ല, സഭ ആരംഭിച്ചതല്ല, പിന്നെയോ ദൈവം ആരംഭിച്ച ഹല്ലേലൂയ ആ നല്ല പ്രവൃത്തി അത് നമ്മളെ കൊണ്ട് തന്നെ ഹല്ലേലൂയ അത് തികയ്ക്കും. മനുഷ്യൻ നീ എത്ര ബലഹീനനെന്ന് പറഞ്ഞാലും, മനുഷ്യൻ നീ എത്ര കുറവുള്ളവനെന്ന് പറഞ്ഞാലും, നിന്നെ കൊണ്ട് തന്നെ അത് തികപ്പിക്കുന്ന, അത് പൂർത്തീകരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയണം. Glory to God. God's plan never ends. ഐശയ്യാ പ്രവചനം 46-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിച്ചാട്ടെ. ഐശയ്യാ chapter 46 verse 10. He says, my purpose will stand and I will do all that I please. വായിക്കാമോ? മലയാളത്തിൽ വായിക്കാം. 46:10. ശ്രദ്ധിച്ച് കേൾക്കണമേ. ദൈവം പ്രസ്താവിച്ച് കഴിഞ്ഞതാ നമ്മൾ ചെയ്യുന്നത്, ദൈവം കാൽക്കുലേറ്റ് ചെയ്തതാ നമ്മൾ ചെയ്യുന്നത്, ദൈവം അസൈൻ ചെയ്തതാ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് വേണ്ട, എനിക്ക് പറ്റത്തില്ല, എന്നെ കൊണ്ട് സാധിക്കത്തില്ലെന്ന് നമ്മൾ പറയരുത്. ഒന്നുകൂടെ പറയട്ടെ, ദൈവം അസൈൻ ചെയ്തതാ നമ്മൾ ചെയ്യുന്നത്,
ദൈവം ഏൽപ്പിച്ചതാ നമ്മൾ ചെയ്യുന്നത്, ദൈവം നിർണയിച്ചതാ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വേണ്ട എന്ന് പറയുവാൻ എന്തില്ല? യാതൊരു അവകാശവുമില്ല. മൈ പർപ്പസ് വിൽ സ്റ്റാൻഡ്. ഒരു പർപ്പസിനാ നമ്മളെ വിളിച്ചത്, ഒരു പർപ്പസിനാ നമ്മളെ ഏൽപ്പിച്ചത്. ആൻഡ് ഐ വിൽ ഡു ഓൾ ദാറ്റ് ഐ പ്ലീസ്. ഹല്ലേലൂയ. ഈ കവനന്റിന്റെ മറ്റൊരു പ്രത്യേകത, the covenant does not expire with time. The covenant does not expire with time. കവനന്റ് ഒരിക്കൽ ഒരു സമയപരിധിക്കുള്ളിലുള്ളതല്ല. പിന്നെയോ കവനന്റ്, ആരാണ് കവനന്റ് പറഞ്ഞത് അവനുള്ളിടത്തോളം ആ കവനന്റിന് ഉറപ്പുണ്ട്. നമ്മളോട് കവനന്റ് ചെയ്തത് ദൈവമായതുകൊണ്ട്, അവൻ അൽഫ ഒമേഗ ആയതുകൊണ്ട്, അവൻ ആരംഭവും ആദ്യമായതുകൊണ്ട്, ഹല്ലേലൂയ, ആ കവനന്റ് എന്ത് ചെയ്യത്തില്ല, ഒരു സമയത്തിനകത്ത് എക്സ്പയർ ആയി പോകുന്നതല്ല. അതാ നമ്മൾ നേരത്തെ വായിച്ച വചനത്തിൽ പറയുന്നു, ഹല്ലേലൂയ 46:10 പറയുന്നു, മൈ പർപ്പസ് വിൽ സ്റ്റാൻഡ്. സ്തോത്രം. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയത് ഒരൊറ്റയാളെ കൊണ്ടുപോയി, അല്ലേ? യോസഫിനെ കൊണ്ടുപോയി. സ്തോത്രം. യോസഫിനെ ദൈവം അയക്കുമ്പോൾ യോസഫിനെയോ യോസഫിന്റെ കുടുംബത്തെയോ മാത്രമല്ല ദൈവം കണ്ടത്. ദൈവം കണ്ടത് യോസഫിൽ ഒരു നേഷനെയാണ് കണ്ടത്. പ്രൈസ് ഗോഡ്. ശ്രദ്ധിക്കണേ. ഇപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ടാണ്. യോസേഫ് അവിടെ പോയി എന്നാ കഷ്ടം അനുഭവിച്ചു, ജയിലിൽ വീണു, ഇല്ലേ? ആവശ്യമില്ലാത്ത അപമാനങ്ങൾ കേട്ടു, ആവശ്യമില്ലാത്ത ഉപദ്രവങ്ങൾ സഹിച്ചു. പക്ഷെ ഇതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ മനസ്സിൽ കിടക്കുന്ന പിക്ചർ എന്താണെന്നറിയാമോ? ഒരു കവനന്റ് നേഷൻ. അബ്രഹാമിനോട് പറഞ്ഞ ഒരു കവനന്റ് ഉണ്ട്, ഇല്ലേ? അബ്രഹാമിനോട് പറഞ്ഞ ഒരു കവനന്റ്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 വർഷം പാർക്കും, അതിനുശേഷം ഞാൻ അവരെ ഒരു വലിയ ജാതിയാക്കി പുറത്തു കൊണ്ടുവരും. ഈജിപ്റ്റ് ഈസ് ദ വൂംബ് ഓഫ് ഇസ്രായേൽ. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ഗർഭപാത്രമാണ് ഈജിപ്റ്റ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ചില കഷ്ടതകളൊക്കെ നമ്മളെ ഒരു രാജ്യമാക്കി മാറ്റുവാൻ, ദൈവത്തിന്റെ നേഷനാക്കി മാറ്റുവാൻ, ദൈവത്തിന്റെ പർപ്പസാക്കി മാറ്റുവാനുള്ള വൂമ്പാണെന്നുള്ള, ഗർഭപാത്രമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ, ഹല്ലേലൂയ, പൗലോസ് പറഞ്ഞതുപോലെ നമുക്ക് പറയുവാൻ കഴിയും, കഷ്ടതയിലായിരുന്ന സംഗീതക്കാരൻ പറഞ്ഞതുപോലെ, കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. പ്രൈസ് ഗോഡ്, ജീസസ്. എന്നിട്ട് ഈ 430 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങി പുറപ്പാട് ദിവസം 12:2 ദൈവം പറയുന്നു, എന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനൊരു ദൈവദാസനോട് പറയുവാനുണ്ട്, ദിസ് മന്ത് ഷാൽ ബി യുവർ ബിഗിനിങ് ഓഫ് മന്ത്സ്. സോ പവർഫുൾ ആണ്. ഈ മാസം നിങ്ങളുടെ ആണ്ടിന്റെ ആരംഭമായിരിക്കും. ഈജിപ്തുകാരൻ്റെ അല്ല, അവൻ അന്ന് ഏപ്രിൽ ആയതേ ഉള്ളൂ. സ്വത്രം. ഒരുത്തനെ ദൈവം പുറത്തിറങ്ങി പർപ്പസിലേക്ക് കൊണ്ടുവരുമ്പോൾ അവൻ്റെ കലണ്ടർ കസ്റ്റമൈസ് ചെയ്യും ദൈവം. ഓ, നിങ്ങൾക്ക് മനസ്സിലായില്ല? സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പപ്പയോട് ചോദിച്ചാൽ മനസ്സിലാവും. ആ കലണ്ടറിന് മനുഷ്യന് മനസ്സിലാവത്തില്ല. ഹലോ, സ്തോത്രം. ഞാൻ അതിൽ കൂടുതൽ വ്യാഖ്യാനിക്കാനും ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. ഒരുത്തരെ ദൈവം വിളിച്ചിറക്കി ഒരു പർപ്പസിലേക്ക് കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ ടൈമിലേക്ക്, ആ ടൈം സോണിലേക്ക് ഒരുവൻ കയറുമ്പോൾ, ദൈവമാ പിന്നെ അവന്റെ കലണ്ടർ സെറ്റപ്പ് ചെയ്തത്. ജീസസ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു വേഗത്തിൽ. 10 മണിയായി. സ്തോത്രം. 37 വർഷം, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 37 വർഷമായിട്ട് കുളക്കരയിൽ കിടക്കുന്ന ഒരുത്തൻ സെയിം കലണ്ടറിൽ ഓടുവാണ്. എത്ര വർഷമാ? 37 വർഷവും സെയിം കലണ്ടറാ, സെയിം ഡേ, എല്ലാ ദിവസവും, ഇല്ലേ? അവൻ കാണുന്നു, വിടുതലില്ല. അവൻ കാണുന്നുണ്ട്, വിടുതല്, വാഗ്ദത്തമുണ്ട്, കുളം കലങ്ങുന്നുണ്ട്, ഒന്നിനും ഒരു കുറവില്ല. പക്ഷേ ഇദ്ദേഹത്തിന് എന്തില്ല? സെയിം കലണ്ടർ. കർത്താവ് പറഞ്ഞു, നിന്റെ സമയമേ, ഞാൻ കലണ്ടർ ചേഞ്ച് ചെയ്യാൻ പോവാ. സ്വത്രം. ഞാൻ കലണ്ടർ ചേഞ്ച് ചെയ്തപ്പോൾ എന്നും പോലുള്ള യൂഷ്വലിലേക്കല്ല ദൈവം കൊണ്ടുപോയത്. കർത്താവ് പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ കലണ്ടർ ചേഞ്ച് ചെയ്ത് തരാം. കമാൺ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ഞാൻ യൂഷ്വലായിട്ട്
ചില നന്മകൾ, ചില വിടുതലുകൾ നിങ്ങൾ യൂഷ്വലായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഓർഡിനറി വേയിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. എക്സ്ട്രാ ഓർഡിനറി വേയിൽ, സൂപ്പർ നാച്ചുറൽ വേയിൽ ദൈവത്തിൻ്റെ ഒരു ഡെലിവറൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം അത് 2026 ചെയ്യും. നോ ഡൗട്ട്. അല്ലെങ്കിൽ ഞാൻ പറയുന്നു, ഞാൻ ഒരാളെ കൂടെ വേഗത്തിൽ പരിചയപ്പെടുത്താം. 2 ശമൂവേൽ 9-ാം അധ്യായത്തിൽ എടുക്കണ്ട. 9-ാം അധ്യായത്തിൽ 2 കാലം മുടന്തരായി, രാജ്യം നഷ്ടപ്പെട്ടു, അപ്പൻ നഷ്ടപ്പെട്ടു, വല്യപ്പൻ മരിച്ചുപോയി, സപ്പോർട്ട് ചെയ്യുവാൻ ആ രാജ്യത്തൊരുത്തനുമില്ല. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടായി. മാറിയിരുന്ന് യുദ്ധം ചെയ്ത് പിടിക്കാൻ ഇവൻ എന്തില്ല? കാലില്ല. എൻ്റെ കൂടെ ഉണ്ടോ? യുദ്ധം ചെയ്യാൻ മാറിയിരുന്ന് ഓക്കെ അവന് വാര വെച്ചിട്ട് അവനെ തോപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ സ്വന്തം മോൻ ചെയ്തതുപോലെ ചെയ്യാൻ പോലും ഇവന് പറ്റത്തില്ല. 2 കാലം മുടന്തനായി. അതും സ്വന്തം കുറ്റം കൊണ്ടല്ല, പിറന്നത് മുടന്തനായിട്ടല്ല. ഒരു ധാത്രി എടുത്തുകൊണ്ട് ഓടിയപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് ആരുടെയോ തെറ്റുകൊണ്ട് ജീവിതത്തിൽ സംഭവിച്ച പരാജയങ്ങൾ, ഉടമന ഹർത്തന വൈഡകനകക്ഷസിയ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിന്നെ നോക്കി വിരൽ ചൂണ്ടി പറയുന്നു, ആരുടെയൊക്കെ കുറ്റം കൊണ്ട് ജീവിതത്തിൽ വന്ന വീഴ്ചകൾ മുഖാന്തരം ഒതുക്കപ്പെട്ടു പോയ, മറയപ്പെട്ടു പോയ, മാറിയിരിക്കേണ്ടി വന്ന നിന്നോടുള്ള ദൈവത്തിന്റെ കവനന്റ് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നതല്ല. ജീസസ്. Oh, glory to God, hallelujah. അപ്പനും അമ്മയും സപ്പോർട്ടിനില്ല, ഹല്ലേലൂയ. വല്യപ്പനില്ല, ഒരു മനുഷ്യനും ഒരു വാക്ക് പറയാനില്ല. പക്ഷേ അപ്പനോട് പറഞ്ഞൊരു വാക്തത്വം, ഒരു കവനന്റ് ഉണ്ട്. ഹല്ലേലൂയ. സമയമായപ്പോൾ 2 ശമൂവേൽ 9-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, യോനാഥാൻ നിമിത്തം, ശൗല് നിമിത്തം, യോനാഥാൻ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് മുടന്തനായി കിടന്ന മെഫീബോശത്തിനെ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട രാജ്യവും രാജസ്ഥാനവും ഉപേക്ഷിക്കപ്പെട്ട, എവിടൊക്കെയോ മാറിക്കിടന്ന, ആരും അറിയാത്ത ഒറ്റപ്പെട്ട വരണ്ട സ്ഥലമെന്ന സ്ഥലത്തിന്റെ പേര് ലോദേബാർ. ലോദേബാർ എന്ന വാക്കിന്റെ അർത്ഥം വരണ്ട സ്ഥലം, ഒറ്റപ്പെട്ട സ്ഥലം, ഒതുക്കപ്പെട്ട സ്ഥലം. അവിടെ നിന്ന് ആളയച്ച് സീബയെ അയച്ചിട്ട് ഹല്ലേലൂയ അവനെ വിളിച്ചു വരുത്തി. ഞാൻ പറയുന്നു ഹല്ലേലൂയ, ചെങ്കോലില്ലാതെ രാജാവായി ജീവിച്ച ഒരു വ്യക്തി തിരുവചനത്തിലുണ്ടെങ്കിൽ, കവനന്റിൽ രാജാവായി ജീവിച്ച ഒരുവൻ ഉണ്ടെങ്കിൽ അവൻ മെഫീബോശത്ത. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ചിലരെ നോക്കി ദൈവാത്മാവ് ദൂത് പറയുന്നു, നിനക്ക് സ്ഥാനങ്ങൾ കിട്ടിയില്ലെങ്കിലും, മാനങ്ങൾ കിട്ടിയെങ്കിലും, ഒരു രാജവാഴ്ചയ്ക്ക് വേണ്ടിയാ നിന്റെ കവനന്റെങ്കിൽ ആ കവനന്റിലേക്ക് ദൈവത്തിന് നിന്നെ കൊണ്ടുവരുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം അല്പസമയം കരങ്ങൾ അടിച്ച് ആ ദൈവത്തിനൊരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. നീയും ദൈവമായിട്ടുള്ള കവനന്റ്, നീ ഹല്ലേലൂയ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും നിന്നോട് പറയുന്ന ദൈവത്തിന്റെ കവനന്റ് നിന്റെ തലമുറകളിൽ അത് നിവർത്തിച്ചു തരുവാൻ ദൈവം ശക്തനായ ദൈവമാ. എന്നെ കാണുന്ന ദൈവത്തിന്റെ പൈതലേ, പരിശുദ്ധാത്മാവ് നിന്നെ വിരൽ ചൂണ്ടുകയാ. ആരൊക്കെയോ മുഖാന്തരമായി നീ ഒതുക്കപ്പെട്ടവരാണെങ്കിൽ, നീ തള്ളപ്പെട്ടവരാണെങ്കിൽ, തിരസ്കരിക്കപ്പെട്ടവരാണെങ്കിൽ, മാറി നിൽക്കുന്നവനാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഒരു കവനന്റ് മുഖാന്തരമായി നിന്നെ അന്വേഷിക്കുകയാ. ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? വാഗ്ദത്തം പ്രാപിച്ച, കവനന്റ് ഏറ്റെടുത്ത, കവനന്റ് പ്രാപിച്ച ആരെങ്കിലും ഉണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രവാചകൻ ചെന്ന് മെഫീബോശത്തിനോട് പറഞ്ഞില്ല, മോനെ നിനക്കറിയത്തില്ല, അല്ലെങ്കിൽ നിന്റെ അപ്പൻ യോനാഥാൻ ഉണ്ടല്ലോ, അവനും ദാവീദുമായിട്ട് നല്ല ബന്ധമായിരുന്നു, അപ്പനോട് പ്രവചിച്ചിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊന്നും പറഞ്ഞില്ല. പ്രവചിച്ച പ്രവാചകൻ മാറിയാലും, കേട്ട പിതാക്കന്മാർ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടാലും, തലമുറകളോടുള്ള ബന്ധത്തിൽ ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവം ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ദൈവം ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ കവനനെ നിവർത്തീകരിക്കുവാൻ ദൈവം ശക്തനായ ദൈവമാ. ഇന്ന് പകൽക്കാലം കലണ്ടർ മാറിപ്പോയേക്കാം, വർഷങ്ങൾ മറിഞ്ഞെന്ന് വന്നേക്കാം, എന്നാൽ അതിലെ കവനന്റിൽ വിശ്വസ്തരായ ദൈവത്തിന്റെ കരം.
എല്ലാവരും ദൈവസ്ഥലത്ത് എഴുന്നേറ്റ് 2 മിനിറ്റ്. ഈ വർഷത്തിന്റെ അവസാന ഒരു കവനന്റ് റിലേഷൻഷിപ്പിലേക്ക് ഒന്ന് വരുവാൻ നിങ്ങളോട് പറയുന്ന കവനന്റ് നിങ്ങളുടെ തലമുറകളെ കുറിച്ചോ, നിങ്ങളുടെ ഭാവിയെ കുറിച്ചോ, നിങ്ങളുടെ ശുശ്രൂഷകളെ കുറിച്ചോ, നിങ്ങളുടെ സഭയെ കുറിച്ചോ, നിങ്ങളുടെ ദേശത്തെ കുറിച്ചോ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ എന്തുമായിട്ടുള്ള കവനന്റ്. ഓ ജീസസ്, പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം എന്നെ ചിലരെ കാണിക്കുന്നു. ഓ പ്രവചിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം എന്നെ കാണിക്കുന്നു. തലമുറകളോടുള്ള ബന്ധത്തിലുള്ള കവനന്റുകൾ ദൈവാത്മാവ് നിവർത്തിക്കുന്ന നാളുകൾ. ഓ രക്തത്താൽ ജയം, രക്തത്താൽ ജയം. നിന്റെ പിതാക്കന്മാരോട് പറഞ്ഞത്, നിന്റെ മാതാവിനോട് പറഞ്ഞത്, നിന്റെ പിതാവിനോട് പറഞ്ഞത്. ഓ ഹല്ലേലൂയ, ഒരു വലിയ വാഗ്ദത്തങ്ങളുടെ ചുരുള്. ഓ ഒരു കവനന്റ് അല്ലെങ്കിൽ ദൈവാത്മാവ് നിന്നെ ഓർപ്പിച്ച് അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നെ ഓർമ്മിപ്പിക്കുന്നു. അതിന് നന്ദി പറയാമോ? വാഗ്ദത്തത്തിൻ സമയമായി, ഓ വാഗ്ദത്തത്തിൻ സമയമാണിത്. മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. വിശ്വാസത്തോടെ ഡിക്ലെയർ ചെയ്യാമോ? ഓ വാഗ്ദത്തത്തിൻ സമയമാണിത്. മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദത്തത്തിൻ സമയമാണിത്. ഓ മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. ഓ